ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലിട്ടുമാസ് മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ. ഇന്നൊരു വെറൈറ്റി മൂവി നമുക്ക് കാണാം. ഒരൊറ്റ വീടിനകത്ത് നടക്കുന്ന കഥ. നേരിട്ട് കഥയിലേക്ക് എൻട്രി ആവുന്ന ഒരു സ്റ്റോറിയാണത്. ചുമ്മാ പറച്ചിലൊന്നുമില്ല, ആക്ഷൻ മാത്രം. തുടക്കം മുതൽ ഫയറായി ത്രില്ലിംഗ് ആയി പോയിക്കൊണ്ടിരിക്കും. ഇടയിൽ പല ട്വിസ്റ്റും വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കറങ്ങി നടക്കുന്ന മറ്റൊരു സിനിമ കൂടിയാണത്. നിനക്കൊന്ന് ചത്തുടടാ എന്നാണ് ഈ സിനിമയുടെ ടൈറ്റിൽ. വൈ ഡോണ്ട് യു ജസ്റ്റ് ഡൈ. ഇതൊരു റഷ്യൻ സിനിമയാണ്. നമ്മൾ റഷ്യൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്നെനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇതൊരു വെർത്ത് വാച്ചിങ് ആണ് എൻ്റെ സ്വത്തുകുട്ടികളെ. അതിനു മുൻപ് ഞാൻ നിങ്ങളെ എൻ്റെ ഫേവറേറ്റ് ഫിക്ഷൻ ഓഡിയോ ബുക്കുകളുടെ ആരും അറിയാത്ത അതിൻ്റെ പുറകിലെ കഥയിലേക്ക് കൊണ്ടുപോകാം. കൂക്കു FM എൻ്റെ ലിസണിങ് എക്സ്പീരിയൻസ് കംപ്ലീറ്റ്ലി മാറ്റിമറിച്ചൊരു ആപ്ലിക്കേഷനാണത്. ഞാൻ TD രാമകൃഷ്ണന്റെ ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് പറയുന്ന അതിശയിപ്പിക്കുന്ന മിസ്റ്ററി ത്രില്ലർ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ചരിത്രവും മിത്തും ദുരൂഹതകളും കെട്ടുപിണഞ്ഞു കിടക്കുന്ന കഥാകാലം വളരെ രസകരമാണ്. അതിന്റെ സ്റ്റോറി ടെല്ലിംഗ് എന്നെ അതിശയിപ്പിച്ചു. കഥ അവതരിപ്പിക്കുന്ന ആള് ഓരോ ക്യാരക്ടറെയും എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. വളരെ എൻഗേജിംഗ് ആയിരുന്നു. ഞാൻ കൂക്കു FMൽ ഇഷ്ടപ്പെടുന്ന കാര്യം തന്നെ ഈസി ആക്സസിംഗ് ആണ്. ഹൈ ക്വാളിറ്റി കണ്ടന്റ് എല്ലാം തന്നെ. 10,000-ൽ പരം മണിക്കൂറുകളുള്ള ഓഡിയോ കണ്ടന്റ്സ് ഉണ്ട് ഇതിൽ. എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യാം. മാത്രമല്ല ഈ ആപ്പ് യൂസർ ഫ്രണ്ട്ലി ആണ്. ഏതാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ എളുപ്പത്തിലാണ് ഇതിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. നിങ്ങളും എന്നെ പോലെ ഒരു ഓഡിയോ ബുക്ക് ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ടതാണ് കൂക്കു FM. എക്സ്പീരിയൻസ് ദ സ്റ്റോറി ടെല്ലിംഗ് ലൈക്ക് നെവർ ബിഫോർ വിത്ത് കൂക്കു FM. ഇനി വെബ് സീരീസ് അല്ല, ഓഡിയോ സീരീസ് ആണ്. അടുത്ത 7 ദിവസത്തേക്ക് എല്ലാ ഷോകളും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലിസൺ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും ഉണ്ട് ഇവിടെ. അപ്പൊ എന്തിനു മടിക്കുന്നു? ഡൗൺലോഡ് ദ ആപ്പ് ആൻഡ് ഡൈവ് ഇൻ ടു ആൻ അമേസിംഗ് വേൾഡ് ഓഫ് ഫിക്ഷൻ. ഹാപ്പി ലിസണിങ്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ കയ്യിലൊരു ചുറ്റികയുമായിട്ട് ഒരു പയ്യൻ ഇങ്ങനെ ഏതോ ഒരു വീടിന് മുന്നിൽ കാത്തു നിൽക്കാണ്. അവന് നല്ല പേടിയുണ്ട്. ധൈര്യം സംഭരിച്ച് 1 2 3 ഈവിൾ വോണ്ട് ടച്ച് മീ. ഈവിൾ എന്നെ തൊടില്ല, എനിക്ക് ധൈര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ ആ വീടിന്റെ കോളിംഗ് ബെല്ല് അമർത്തും. 2 തവണ, ഇപ്പൊ 3 തവണയായി. അമർത്തുമ്പോ ഒരു മൊട്ടത്തലയൻ ഡാഡി വീടിന്റെ കതക് തുറക്കുന്നുണ്ട്. അയാൾ തുറന്നുടനെ ചോദിക്കും, നീ ആരാ, നിനക്ക് എന്താണ് വേണ്ടത്? ഒരു സെക്കൻഡ് ഇവൻ പകച്ചു നിൽക്കാണ് കയ്യിലാ ചുറ്റികയുമായിട്ട്. അവൻ എന്താ ചെയ്യാൻ പോണത്, എന്തിനാ വന്നിരിക്കണേന്ന് നമുക്കറിയില്ല. പെട്ടെന്ന് ലിഫ്റ്റ് തുറന്ന് ഒരു മുട്ടം പട്ടിയും അടുത്ത വീട്ടിലെ അമ്മച്ചി അങ്ങോട്ട് വരുന്നുണ്ട്. ഈ പട്ടി കുറച്ച് ചെറുക്കന് നേരെ ചാടി വരുമ്പോ ഇവൻ ആ ചുറ്റിക മറച്ചു വെച്ച് ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കും. മുട്ടത്തലയൻ വീണ്ടും ചോദിക്കുന്നു, നീ ആരാടാ, നിനക്ക് എന്താണ് വേണ്ടതെന്ന്. ഈ പയ്യൻ പറയും, എന്റെ പേര് മാത്വി എന്നാണ്, ഞാൻ ഓലിയുടെ ബോയ്ഫ്രണ്ടാണ്. ഓലി മുട്ട മാമന്റെ മോളാണ്. പുള്ളിക്കാരൻ ചോദിക്കുക, അതുകൊണ്ടെന്താ, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഈ പയ്യൻ പറയും, ഓലിയ പറഞ്ഞു നിങ്ങളെ വന്ന് കാണാൻ. മേ ബി എന്റെ കാര്യം നിങ്ങളോട് പറയാൻ അവൾ മറന്നു കാണണം. അപ്പൊ ഈ മുട്ടച്ചേട്ടൻ, ഓലി ഇപ്പൊ വീട്ടിലില്ല, അവൾ ഈ സമയത്താണോ നിന്നെ വരാൻ പറഞ്ഞത്? അതിനാ ചെറുക്കൻ, അതെ, അവൾ ഇപ്പോഴാണ് വരാൻ പറഞ്ഞത്, പക്ഷെ അവളുടെ ജോലി കഴിഞ്ഞിട്ടുണ്ടാവില്ല, കുറച്ച് വൈകി വരുമായിരിക്കും. ശരി, എന്ന് അകത്തു വാന്നും പറഞ്ഞ് ഈ മൊട്ടമാമൻ ഈ ചെറുക്കനെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. ഇവൻ അകത്ത് കയറിയ ഉടനെ വീടിന്റെ ഡോറ് ലോക്ക് ചെയ്യും. ഡാഡി അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് മമ്മി അങ്ങോട്ട് വരുന്നത്. മമ്മി ഈ പയ്യനെ കണ്ട ഉടനെ, നീ ആരാ മോനെന്ന് ചോദിക്കും. ഇവൻ ആ ചുറ്റിക പുറകിലേക്ക് മറച്ചു വെക്കുന്നു. ഡാഡി, അവന്റെ പേര് മാത്വി എന്നാണത്രേ, അവൻ ഓലിയുടെ ബോയ്ഫ്രണ്ട് ആണെന്ന്. ആണോ? എന്നിട്ട് ഓലി എവിടെ? അവൾ ഇതുവരെ വന്നില്ലല്ലോ. മോൻ എന്തായാലും വായോ, വന്നിരിക്കി, നമുക്ക് കാപ്പി കുടിക്കാം. മൊട്ടൻ ഇവനെയൊന്നും ശ്രദ്ധിക്കാതെ അയാളുടെ ജോലികൾ ചെയ്യുന്നുണ്ട്. കാര്യമായിട്ടിരുന്ന് കാപ്പിയും കുടിച്ച് എന്തോ വെട്ടി വിഴുങ്ങുന്നുണ്ട്. ഈ പയ്യൻ മെല്ലെ മറച്ചു വെച്ച ചുറ്റികയായിട്ട് സ്റ്റൂളിൽ ഇരിക്കുന്ന സമയം ഈ സാധനം തെറിച്ച് നിലത്തേക്ക് വീഴും. ഒരു സെക്കൻഡ് 2 പേരും പകച്ചു നിൽക്കുകയാണ്. പക്ഷെ മൊട്ടമാമൻ വിചാരിച്ച പോലെയല്ല. പുള്ളിക്കാരൻ സ്റ്റേബിളാ, പേടിയൊന്നുമില്ല. അയാൾ ചോദിക്കും, നീ ഇതെപ്പോഴും നിന്റെ കൈ കൊണ്ട് നടക്കുമെന്ന്. അതിന് ഈ പയ്യൻ പറയാണ്, എൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിച്ചിരുന്നു, ഞാൻ അവന് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നാണെന്ന്. അത് അവനെടുത്ത് ടേബിളിൽ വെക്കും. അപ്പൊ ഈ ഡാഡി പയ്യനോട് ചോദിക്കുന്നു, എൻ്റെ മോള് ഞാൻ പോലീസിലാണെന്ന് നിന്നോട് പറഞ്ഞിരുന്നോ? ഞാൻ പോലീസിലായതുകൊണ്ട് തന്നെ ഞാൻ ഓരോ കാര്യങ്ങളും കാര്യമായിട്ട് ഒബ്സർവ് ചെയ്യും. എൻ്റെ മോളുടെ കൂട്ടുകാരെ എനിക്കറിയാം, പക്ഷേ ഞാൻ നിന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ, അവൾ നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല. നിങ്ങൾ 2 പേരും ഒരേ പ്രായക്കാരാണോ? എന്താണ് മോൻ ചെയ്യുന്നത്? എന്താണ് തൻ്റെ ജോലി? ഇവൻ പറയും, ഞാനൊരു കമ്പ്യൂട്ടർ ഗൈയാ, കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചുള്ള ജോലികളാണ് ഞാൻ ചെയ്യുന്നത്. മുട്ട ചിരിച്ചിട്ട്, നിന്റെ രൂപവും ഭാവവും കയ്യും കണ്ടു കഴിഞ്ഞാൽ നീ ഒരു കമ്പ്യൂട്ടർ ഗൈ അല്ല എന്ന് ആർക്കും മനസ്സിലാവും. ശരി, അത് പോട്ടെ. നീ എൻ്റെ മോളെ സ്ക്രൂ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവനാ, അത് നീ എൻജോയ് ചെയ്യുന്നുണ്ടാവുമല്ലേ? അങ്ങനത്തെ ഒരു ചോദ്യം ഒരപ്പനിൽ നിന്നും നമ്മുടെ ചെക്കൻ പ്രതീക്ഷിച്ചതല്ല. ഇയാൾ അതും ചോദിച്ചിട്ട് കയ്യിലെ കത്തിയും ഷവലും മുറുകെ പിടിച്ചിങ്ങനെ നിൽക്കുക, ആക്രമിക്കുന്ന പോലെ. ഈ ചെറുക്കൻ പെട്ടെന്ന് ചുറ്റികയിലേക്ക് കൈവച്ചിട്ട് അത് മുറുകെ പിടിക്കും. ഒരു സെക്കൻഡ് 2 പേരും വിറച്ചിങ്ങനെ നിൽക്കുമ്പോൾ
നമ്മുടെ മമ്മി എൻട്രി ആവുന്നു ചായയുമായിട്ട്. എന്താ ഇവിടെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുക അവര്. അപ്പൊ ഈ ഡാഡി ചിരിച്ചിട്ട്, റിലാക്സ് മത്വി, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ. ഉടനെ ഇവൻ, ഒലി ഇപ്പ വരുന്നു തോന്നണില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ നിൽക്കും. പക്ഷെ മുട്ട ഡാഡി വിടില്ല. സിറ്റ് ഡൗൺ, നീ ഇപ്പൊ എവിടെയും പോകുന്നില്ല, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇങ്ങേര് മമ്മിയോട്, നീ ബെഡ്റൂമിൽ ചെന്ന് കതവടച്ചിരിക്കും, എനിക്ക് ചില കാര്യങ്ങൾ ഇവനോട് സംസാരിക്കാനുണ്ട്. അങ്ങേര് കൊടുത്ത കാപ്പിക്ക് നിനക്ക് ഷുഗർ വേണ്ടി വരും, ഞാൻ എടുത്തുകൊണ്ട് വരാം, അവിടെ തന്നെ നിൽക്കുന്നും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോവും. ഇയാൾ പോയ തക്കം നോക്കി ചെറുക്കൻ എസ്കേപ്പ് ആവാൻ നോക്കുമ്പോഴാണ് മുട്ട പുറകെ വന്നിട്ട്, ഫ്രീസ്, അനങ്ങിപ്പോരുത് നീ. അയാളുടെ കയ്യിലൊരു ഷോട്ട് ഗണ്ണുണ്ട്. സത്യം പറ, നീ ആരാണ്, എന്തിനിവിടെ വന്നു? ബഹളം കേട്ട് എന്തോ കുഴപ്പമാണെന്ന് മനസ്സിലാക്കിയ അമ്മ കതക് തുറന്ന്, ആന്ദ്രേ എന്താ പറ്റിയെന്ന് ചോദിക്കും. ഉടനെ മുട്ടയുടെ ശ്രദ്ധ മാറിയ തക്കം നോക്കി ഈ ചെറുക്കൻ ചുറ്റിക വലിച്ചെറിഞ്ഞ് അയാളുടെ നേർക്ക് വലിച്ചെറിഞ്ഞിട്ട് ചാടി മാറുകയാണ്. എന്നാൽ മുട്ട ഡാഡിയും വിടുന്നില്ല. അയാൾ തോക്കൊണ്ട് ഒരു വെടി പൊട്ടിക്കും. ഈ വെടി സോഫയെ കൊണ്ട് സോഫയ്ക്കകത്ത് മറച്ചു വെച്ചിരുന്ന കുറെ പണം അത് ചിന്നിച്ചെതറി വീട് മുഴുവൻ അലങ്കോലായിട്ട് തെറിച്ചടക്കും. കിട്ടിയ ഗ്യാപ്പിന് നമ്മുടെ ചെറുക്കൻ ഗുണ്ടനെ ഇടിച്ച് തെറിപ്പിച്ച് വീഴ്ത്താണ്. തോക്ക് തെറിച്ചുപോയി. ഇവൻ നല്ല കുത്തു കൊടുക്കുന്നുണ്ട് മോന്തയ്ക്ക്. അയാളും വിട്ട ആശാനല്ല, പുള്ളി TV വലിച്ച് ഇവന്റെ മേത്തേക്കിടും. എന്നിട്ട് അവൻ ഇടിച്ച് പരവാക്കിയിട്ട് അതേ TV കൊണ്ട് വീണ്ടും പൊക്കിയെടുത്ത് ഇവന്റെ മേത്തേക്കിട്ടാണ്. ഇവൻ ചുറ്റിക വെച്ച് അയാൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല. കുണ്ടന് വീണ്ടും ആരോഗ്യമുണ്ട്, നല്ല മസിലുണ്ട്. അയാൾ ഇവനെ ചവിട്ടി തെറിപ്പിച്ച് ഭിത്തിയിലടിച്ചു കുരുക്കും. അപ്പൊ അവൻ കുടുങ്ങി കിടക്കുക, വിടില്ല. തല കൊണ്ടുപോയി വയറ്റിലിടിക്കുന്നു. ഇവനാണെങ്കിൽ അയാളുടെ കൈ കട്ടിച്ച് പറിച്ച് രക്തം ചീറ്റുന്നവരെയും വിടാതെ അയാൾ ഒരു ഭാഗത്തേക്ക് മാറ്റിയിടും. അങ്ങനെ ഇപ്പൊ രണ്ടുപേരും പരസ്പരമുള്ള പിടുത്തം വിട്ട് കുറെ അടിയും കൊണ്ട് റിലാക്സ് ചെയ്യാണ്. തമ്മി മനസ്സിലായി ഒരാൾക്കൊരാൾ വിട്ട പുള്ളിയല്ല എന്നുള്ളത്. ഇനിയിപ്പോൾ തോക്ക് നിലത്ത് കിടപ്പുണ്ട്, അതാരാണോ ആദ്യം എടുക്കുക അവരായിരിക്കും ജയിക്കുന്നത്. നിന്നെക്കൊണ്ട് നടക്കില്ലടാ എന്ന് മുട്ട പറയവേ ഈ ചെറുക്കൻ ചാടി മുട്ടയുടെ കൊട്ടയ്ക്കിട്ടൊരെണ്ണം കൊടുത്തിട്ട് തോക്കിനടുത്തേക്ക് വീണ് തോക്കെടുക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ഇയാൾ അവന്റെ കാലി പിടിച്ച് വലിച്ചു ഇവനെ വയറ്റി ചവിട്ടി തെറിപ്പിച്ചിട്ടാണ്. അവൻ ടേബിളെ അടിച്ചു വീണ് പകുതി മുക്കാല് ബോധം അവന്റെ പോയി. എങ്ങനെയൊക്കെയോ അവൻ പിടിച്ചെഴുന്നേറ്റ് വരുമ്പോഴാണ് ഇയാൾ ആ നിലത്ത് കിടന്ന TV എടുത്ത് വീണ്ടും ഈ ചെറുക്കന്റെ മോന്തയ്ക്ക് വലിച്ചെറിയുന്നു. അതുകൊണ്ട് ഇടിച്ച് ചില്ലെല്ലാം പൊട്ടി ചിന്നിച്ചിതറി ഇവൻ വീണ്ടും ബോധം കെട്ട് വീഴാണ്. അവിടെ നിന്നൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ഈ മുട്ട പോലീസുകാരനൊരു മോളുണ്ട്, സുന്ദരിയായ മോള്. അവള് നമ്മുടെ ചെറുക്കന്റെ കാതലിയായിരുന്നു. രണ്ടുപേരും വമ്പൻ സ്നേഹപ്രകടനമൊക്കെ കഴിയുമ്പം ഒരു നല്ല മൂഡില്, നല്ല ഇന്റിമസി മൂഡിൽ നിൽക്കുന്ന സമയത്ത് ഇവള് സ്റ്റൗവിൽ തന്റെ വിരൽ വെച്ച് സ്വയം പൊള്ളിച്ചിട്ട് അവളുടെ അച്ഛൻ അവളെ പീഡിപ്പിച്ചു, നീ എനിക്ക് വേണ്ടി അയാളെ കൊല്ലണം എന്ന് പറയും. ഇവൻ ഞെട്ടി ചോദിക്കുക, അങ്ങനെയൊക്കെ ഒരാൾ ചെയ്യുമോന്ന്. അവള് കരഞ്ഞോണ്ട് പറയും, എന്റെ 12ാം വയസ്സ് മുതൽ അയാൾക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ എന്നെ പീഡിപ്പിക്കും. കഴിഞ്ഞ 15 വർഷമായിട്ട് എന്നെ അയാൾ സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് കഴിയുന്നില്ല, എനിക്കിങ്ങനെ ജീവിക്കാൻ കഴിയുന്നില്ല. എനിക്ക് എൻ്റെ ശരീരത്തോട് തന്നെ വെറുപ്പാവും. അയാൾ ഇല്ലെങ്കിൽ മാത്രമേ, ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ മാത്രമേ എനിക്ക് സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അയാൾ ഇല്ലാതാവണം, നീ എന്നെ സഹായിക്കില്ലേ? ഇങ്ങനെ പറഞ്ഞതുകൊണ്ട്, അവന്റെ കാമുകി ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അവളുടെ തന്തയെ തട്ടാൻ വേണ്ടി നമ്മുടെ ചെക്കൻ ചുറ്റികയുമായിട്ട് വീട്ടിലേക്ക് വന്നു. ഇപ്പൊ ഇതാ പുള്ളിക്കാരൻ പിടിച്ച് കക്കൂസി കെട്ടിവെച്ചിരിക്കുകയാണ്. ചെറുക്കൻ ബാത്ത് ടബിലാണ് കിടക്കുന്നത്. കയ്യിൽ പോലീസുകാരുടെ ഹാൻഡ് കഫ് ഇട്ടിട്ടുണ്ട്. ഒരു പൈപ്പിൽ കെട്ടിവെച്ചതുകൊണ്ട് തന്നെ ഇവൻ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും. ഇവൻ മെല്ലെ എഴുന്നേറ്റ് ഗ്ലാസ്സിലൂടെ ഈ ഗുണ്ടൻ എന്താ ചെയ്യണേന്ന് നോക്കുമ്പോൾ അയാൾ നിലത്ത് കിടന്ന പണമൊക്കെ പെറുക്കി ഒരു ബാഗിലാക്കിയിട്ട് ഭാര്യയും കുറച്ച് ചീത്ത പറഞ്ഞ് ആ ബാഗ് കൊണ്ടുപോയി ഷെൽഫിനകത്ത് വെക്കും. താഴെ ബാത്റൂമിനകത്ത് ഒച്ച കേട്ട് പുള്ളിക്കാരൻ ഓടി വന്ന് കതക് തുറക്കുമ്പോൾ നമ്മുടെ ചെക്കൻ ബോധം കെട്ട് കിടക്കുന്ന പോലെ അഭിനയിച്ച് കിടക്കും. എന്നിട്ട് അയാൾ പോയി കഴിയുമ്പോൾ ഇവനവിടെ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന ക്ലിപ്പ് എങ്ങനെയെങ്കിലൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട്. കൈകൊണ്ട് തട്ടിയിടുമ്പോൾ ആ ക്ലിപ്പ് ദൂരേക്ക് തെറിച്ചു പോയി. ഇനിയിപ്പോൾ തന്റെ വലതുവശത്തുള്ള 1-2 സാധനങ്ങൾക്കിടയിൽ തലയിലെ സ്ലൈഡ് പിന്ന് ഇരിക്കുന്ന കാണും. അവനത് തട്ടി കയ്യിലെടുക്കാൻ നോക്കുമ്പോൾ ഇത് ബാത്ത് ടബിലെ ഡ്രെയിനേജിൽ ചെന്ന് വീഴാണ്. അവിടെ മൊത്തം ചെളി അഴുക്കും പലരുടെയും മുടിയും സാധനങ്ങളൊക്കെ ആയിട്ട് വൃത്തികേടായിട്ട് കിടക്കുകയാണ്. വേറെ വഴിയില്ല. ഇവൻ ഉപയോഗിക്കാൻ പറ്റുന്ന അവയവം എന്ന് പറഞ്ഞാൽ നാക്ക് മാത്രമാണ്. ആ വൃത്തിയായിട്ട ഹോളിനകത്ത് ഇവൻ നാക്കിട്ട് എങ്ങനെയൊക്കെയോ സ്ലൈഡ് പിന്നെ കയ്യിലെടുത്തു. എന്നിട്ട് അതുപയോഗിച്ചവൻ ലോക്ക് തുറക്കും. പോലീസുകാരുടെ ലോക്ക് വളരെ എളുപ്പത്തിൽ തുറക്കാൻ പറ്റുമെന്ന് ചെറുപ്പത്തിൽ ഇവനൊരു ആശാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ക്ലിപ്പിട്ടൊന്ന് തിരിച്ചാൽ മതി, എളുപ്പത്തിൽ തുറക്കാം. അങ്ങനെ തുറന്ന് ഗുണ്ടനെ ഇടിച്ചിട്ട് ഇവൻ രക്ഷപ്പെട്ടു. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ആ വീട്ടിൽ നിന്ന് ചിരിച്ചുകൊണ്ട് ഓടുകയാണ് രക്ഷപ്പെട്ട സന്തോഷത്തിൽ. പക്ഷെ യഥാർത്ഥത്തിൽ ഈ പോലീസുകാർക്ക് വൃത്തികെട്ടൊരു ഡബിൾ ലോക്കുണ്ട്. അതിലാണ് കള്ളന്മാർ കുടുങ്ങുന്നതെങ്കിൽ വേറെ രക്ഷയില്ല മോനെ എന്ന് അവന്റെ ആശാൻ പറഞ്ഞിരുന്നു. അതുപോലെ ഇപ്പൊ ഇവനെ കുടുക്കിയിരിക്കുന്ന ലോക്ക് യഥാർത്ഥത്തിൽ ഡബിൾ ലോക്കാണ്. അതിനകത്ത് കുടുങ്ങിയതുകൊണ്ട് ഇവന് രക്ഷയില്ല. സോ പയ്യൻ രക്ഷപ്പെട്ടിട്ടില്ല. അവൻ കണ്ടത് സ്വപ്നമായിരുന്നു. ഈ ക്ലിപ്പിട്ട് കുത്തവയാണ് മുട്ട പുറകെ വന്ന് നിൽക്കുന്നത്. അയാൾ ഇവന്റെ തലയെ പിടിച്ച് കമ്പിയിലിടിച്ച് ബോധം കെടുത്തും. എന്നിട്ട് വീണ്ടും എഴുന്നേപ്പിച്ച് അവന്റെ അടുത്തിരുന്ന് അവനോട് ചോദിക്കുക, സത്യം പറ, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്ന്? ആരാണ് നിന്നെ അയച്ചത്? ഞാൻ നിന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല, എനിക്ക് നിന്നോട് വിരോധവുമില്ല.
സത്യം പറഞ്ഞാൽ നിന്നെ ഞാൻ വിട്ടേക്കാം, ഒരു കേസുമില്ല, ഒരു പ്രശ്നവുമില്ല, നമുക്കിത് പറഞ്ഞു തീർക്കാം, അതല്ലെങ്കിൽ നീ അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഈ ചെറുക്കൻ അടുത്തേക്ക് വായോ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അയാളുടെ മോന്തയ്ക്ക് തുപ്പും. ഇത് അവസാനിപ്പിക്കാൻ നീ തീരുമാനിച്ചിട്ടില്ലടാ എന്ന് മുട്ട വീണ്ടും ചോദിക്കുമ്പോൾ ഇവൻ പറയാണ്, ഒരിക്കലും പിള്ളേരുടെ ശരീരത്ത് കൈവയ്ക്കരുതെന്ന്. ഈ മുട്ടയ്ക്ക് മനസ്സിലാവില്ല, എന്ത് ഭ്രാന്താടാ നീ പറയുന്നത്? വാട്ട് ചിൽഡ്രൻ? ഏത് പിള്ളേര്? എന്ത് ചെയ്തു? നീ ആദ്യം ഇങ്ങോട്ട് എന്തിനാ വന്നതെന്ന് പറയും. നീ എന്നെ വെച്ച് കളിക്കുകയാണോ? എന്നാൽ ഞാൻ നിന്നെ വെച്ച് കളിച്ച് കാണിച്ചു തരാം, നമുക്ക് കളിക്കാം, ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഈ പുള്ളിക്കാരൻ ഡ്രില്ലർ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. പാവം അമ്മച്ചി പേടിച്ചവിടെ നിൽക്കുകയാണ്. അമ്മച്ചി തെറി പറഞ്ഞ് ഓടിച്ചിട്ട് ഇയാൾ ഡ്രില്ലർ കൊണ്ടുവന്ന് ഇവന്റെ കാലെടുത്ത് മോളി പിടിച്ച് മടക്കി വെച്ചിട്ട് ആ ഡ്രില്ലറും ഉണ്ട്, ചുമര് തുളയ്ക്കുന്ന ഡ്രില്ലറും ഉണ്ട്. ഇവന്റെ കാലി ഹോളിടാൻ തുടങ്ങും. ഒന്നല്ല രണ്ടല്ല മൂന്നല്ല, ഹോളിട്ട് നിറയ്ക്കുവാണ് മൊത്തം രക്തം. ആ മുറി മൊത്തം രക്തം ചിന്നി ചെതറാൻ തുടങ്ങും. എന്നിട്ട് പുള്ളിക്കാരൻ കുറെ കഴിഞ്ഞ് പുറത്തു വന്ന് മിണ്ടാതെങ്ങനെ ഇരിക്കുകയാണ്. അമ്മച്ചിയുടെ കണ്ണീന്ന് വെള്ളമൊക്കെ ഒലിക്കുന്നുണ്ട്. പുള്ളിക്കാരി പേടിച്ചിട്ട് ചോദിക്കും, താൻ ആ ചെറുക്കനെ കൊന്നുവന്ന്. കുട്ട തലയാട്ടാണ്. ഇല്ല എന്ന് പറഞ്ഞു. ശരീരം മൊത്തം രക്തം. ഞാൻ പുതിയ മലയാളം വാക്കുകളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. ഡാഡി പറയും, അവൻ പറയുക ഞാൻ ഓലിയുടെ ശരീരത്ത് കൈവച്ചെന്ന്, അവള് കുഞ്ഞായിരിക്കുമ്പോൾ. ഇപ്പം അതിന് റിവെഞ്ച് എടുക്കാൻ വന്നിരിക്കുകയാണെന്നാണ് അവൻ പറയുന്നത്. അപ്പൊ അമ്മ ചോദിക്കും, താൻ അങ്ങനെ നമ്മുടെ മോളുടെ പുറത്ത് കൈവച്ചോ? ഇയാള് പറയണത്, നിനക്ക് പ്രാന്താണോ? അവൾ എൻ്റെ മോളല്ലേ? അവൻ എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്റെ മോളെ ഞാൻ എന്ത് ചെയ്യാനാടി? അപ്പൊ ഈ അമ്മച്ചി, എന്നാ പിന്നെ അവനെ വിട്ടേക്ക്, പോലീസുകാരെ വിളിക്ക്, ഇനിയും വൈകി കാര്യങ്ങൾ വഷളാവുന്നതിന് മുന്നേ അവനെ വിട്ടേക്ക്. അപ്പൊ മൊട്ടഡാഡി എന്തോ എടുത്ത് തിന്നുകൊണ്ട് തന്നെ പറയാണ്, അവൻ ഇപ്പം അങ്ങനെ പോലീസിൽ ഏൽപ്പിക്കാൻ പറ്റില്ല, ഞാൻ അവന്റെ കാലി തുളയിട്ടില്ലേ, ഇനി പോലീസുകാരോട് എന്തു പറയും? മാത്രമല്ല ആ പണം അവൻ കാണുകയും ചെയ്തു. ഇതിപ്പോൾ ആകെ തലവേദനയായല്ലോ. എന്തായാലും ഞാൻ എവ്ഗനിച്ചിനെ വിളിക്കാൻ പോവാ, അവൻ വരട്ടെ, അവൻ നമ്മളെ സഹായിക്കും. ഈ സമയത്ത് പയ്യൻ അവനെ തുളയൊക്കെ ഇട്ട ഒരവസ്ഥയാക്കി ആ ഗുണ്ടൻ. എന്നാലും ബോധം വന്നവൻ ബാക്കിയുള്ള ആ ഒരു കാലം കൊണ്ട് എങ്ങനെയൊക്കെയോ എഴുന്നേക്കാൻ ശ്രമിക്കുന്നു. കുറെ കഷ്ടപ്പെട്ട് അവൻ എഴുന്നേൽക്കും. കുറെ രക്തവും വാർന്നുപോയി, ആരോഗ്യവും ഇല്ല, കുറെ അടിയും കിട്ടി. ഇനി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണ്ടേ? അവൻ രണ്ടും കൽപ്പിച്ച് ഷാമ്പു എടുത്ത് കൈ തേച്ചിട്ട് ഈ വിലങ്ങ് എന്തായാലും അഴിക്കാൻ പറ്റില്ല, കൈ വിരല് പൊട്ടിച്ചേ രക്ഷപ്പെടാൻ പറ്റൂ. അവൻ ആഞ്ഞു വലിക്കും. 2-3 തവണ ആഞ്ഞിട്ട് ഒരൊറ്റ വലിയ തള്ളവിരല് പൊട്ടി ഇവന്റെ ഒരു കൈ അതിനകത്തുനിന്ന് പുറത്തേക്ക് വന്നു. മരണവേദനയായിരിക്കും. ആ വേദനയും കട്ടിച്ചു പിടിച്ച് ഇവൻ പെട്ടെന്ന് തന്നെ ഡോറ് തുറന്ന് പുറത്തേക്ക് വന്ന് ആ ഷോട്ട് ഗണ്ണ് കയ്യിലെടുക്കാണ്. മുട്ടയ്ക്ക് നേരെ നീട്ടും. ഉടനെ അമ്മച്ചി ഓടി വന്ന് മുട്ടയെ കെട്ടിപ്പിടിക്കുന്നു. എന്റെ കെട്ടിയോനൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട്. മുട്ടഡാഡി പറയാണ്, ഞാൻ എൻ്റെ മോളുടെ ശരീരത്ത് കൈ വെച്ചിട്ടില്ല, ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാൻ നിന്നെ വിടാൻ നിൽക്കുകയായിരുന്നു, എൻ്റെ ഭാര്യയും കൂടി പറഞ്ഞു നിന്നെ വിടാൻ, ഞാൻ നിന്നെ വിടുന്നതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു, നമുക്ക് വേണമെങ്കിൽ ഓലിയെ വിളിച്ച് ഈ കാര്യം സംസാരിക്കാം, നീ എല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് മോനെ, നമുക്കിതിനൊരു തീരുമാനം കണ്ടുപിടിക്കാം, നീ സമാധാനിച്ച് ആ തോക്ക് താഴെ ഇറക്ക്, നിനക്ക് വേണമെങ്കിൽ ഞാൻ പണവും തരാം നിന്നെ ഉപദ്രവിച്ചതിന്. അപ്പൊ ഇവൻ ചോദിക്കും, പണം വാങ്ങിച്ചിട്ട് ഞാൻ പോവേ? അപ്പൊ നീതി, ആർക്കാണ് ഇവിടെ നീതി കിട്ടുന്നത്? മുട്ട പറയും, നീതിയോ? ഇവിടെ അതിനു മാത്രം എന്താ സംഭവിച്ചു? ഇവൻ അയാളുടെ മോളെ വിളിക്കാൻ പറയാണ്, താൻ തന്റെ മോളെ വിളിക്ക്, അവള് പറയട്ടെ. ഉടനെ ഫോൺ എടുത്തുകൊണ്ട് വന്ന് ഇയാള് മോളെ വിളിക്കും. ഒല്യ, ഇത് അപ്പനാണ്, നിന്റെ കൂട്ടുകാരൻ ഇവിടെയുണ്ട്, ഇവിടുത്തെ സിറ്റുവേഷൻ ഇത്തിരി മോശമാണ്, നീ കുറച്ച് കാര്യങ്ങൾക്ക് ക്ലാരിറ്റി തരണം. അപ്പൊ അവള് ചോദിക്കും, ഏത് കൂട്ടുകാരനാണ് അവിടെ വന്നിരിക്കുന്നത്? ഡാഡി പറയാണ്, മാത്വി, നിന്റെ ബോയ് ഫ്രണ്ട് ആണത്രേ, മാത്വി എന്ന് പറഞ്ഞ കൂട്ടുകാരനാ വന്നിരിക്കുന്നത്. ഉടനെയാണ് അടുത്ത ട്വിസ്റ്റ് വരുന്നത്. ഈ പെണ്ണ് പറയും, ആ മോള് പറയും, എനിക്ക് അങ്ങനെ ഒരു കൂട്ടുകാരനൊന്നുമില്ല, എനിക്ക് ബോയ് ഫ്രണ്ടേ ഇല്ല, എന്റെ കൂട്ടുകാരെ പപ്പയ്ക്ക് അറിയുന്നതല്ലേ, എനിക്ക് മാത്വി എന്നൊരാൾ അറിയില്ല, അവിടെ എന്താണ് കുഴപ്പം? അപ്പൊ ഈ ഡാഡി, ഞാൻ വിളിക്കാം മോളെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് കോള് കട്ടേ. ഈ ചെറുക്കനാകെ ഇടുത്തി വീണ പോലെ, ഞാൻ എന്തിനാ വന്ന, എന്തൊക്കെയാ സംഭവിച്ചു, എന്തിനാ അത്ര കഷ്ടപ്പെട്ടത്, ഇതിപ്പോ ആരാ ഞാൻ എന്ന അവസ്ഥയായി ഇടിഞ്ഞു പോയവൻ ആകെ തകർന്നു നിൽക്കുമ്പോൾ ഡാഡി മെല്ലെ അടുത്ത് എന്നിട്ട്, കുഴപ്പമില്ല ഓൻ പേടിക്കണ്ട, എന്തായാലും സംഭവിച്ചു, നീതിയല്ലേ നിനക്ക് വേണ്ടത്, നമുക്ക് ശരിയാക്കാന്നും പറഞ്ഞിട്ട് മെല്ലെ അവന്റെ തോള് തട്ടിക്കൊടുത്ത് ഈ തോക്ക് കയ്യിൽ വാങ്ങിച്ചിട്ട് തെണ്ടിത്തന്ത ആ പയ്യന്റെ വയറ്റിലേക്ക് എന്നെ ആ തോക്ക് കൊണ്ട് കുത്തിയിട്ട് അവനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ തുടങ്ങും. നിനക്ക് നീതി ഞാൻ തരാടാന്നും പറഞ്ഞു. അമ്മച്ചി വേണ്ടാന്ന് പറയുന്നുണ്ട്. അമ്മച്ചി തള്ളിയിട്ടിട്ട് അവന്റെ കഴുത്ത് മുറുക്കെ പിടിച്ച് ശ്വാസം മുട്ടിച്ച് ചെറുക്കനെ കൊന്നു കളഞ്ഞു. പാവം അമ്മച്ചി, അയ്യോ ഈ മോൻ ചത്തോന്നും പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കവേ മൂട്ടി ഒരു ചവിട്ട്. ചിരിക്കാൻ പാടില്ല, സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. എന്നാൽ അവിടുത്തെ അവസ്ഥ കാണുമ്പോൾ കരഞ്ഞുകൊണ്ട് ചിരിക്കുക ഞാൻ, സോറി. അപ്പോഴാണ് ഈ കൂട്ടുകാരൻ എവ്ഗനിച്ച് വരുന്നത്, മുട്ടയുടെ കൂട്ടുകാരൻ വരുന്നത്. ഈ കൂട്ടുകാരനെ കാണിച്ചിട്ട് പഴയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നുണ്ട് ഇവര്. കൂട്ടുകാരനും മുട്ടയും ഒരുമിച്ചാണ് പോലീസിൽ വർക്ക് ചെയ്യുന്നത്, വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പൊ കൂട്ടുകാരന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആണ്, ഒരുപാട് പണം വേണം ഓപ്പറേഷൻ നടത്താൻ, അവളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ. തന്റെ ഭാര്യയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഒരു ക്രൈം സീനി വെച്ച് എവ്ഗനിച്ച്, നമുക്ക് പണം കണ്ടെത്താം, കുഴപ്പമില്ല, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളി സംസാരിക്കുന്നു. പുള്ളിക്കാരന് ഒരുപാട് ഇഷ്ടമാണ് ഭാര്യയെ. എന്തായാലും അത് കഴിഞ്ഞ് ക്രൈം സീനിലേക്ക് വരുമ്പോൾ ഒരു പണക്കാരൻ ചെറുക്കൻ കോൾ ഗേളിനെ വിളിച്ചു വരുത്തിയിട്ട് അവള് പീസായി കട്ട് ചെയ്തിരിക്കുക. ഡ്രഗ് അടിച്ചു കയറ്റി ലഹരിയില് ആ പെണ്ണിനെ പീസായി കട്ട് ചെയ്തിരിക്കുക, ഓരോ പീസ് ഓരോ ഭാഗത്ത്. ആ ക്രൈം സീനിലാണ് പോലീസുകാർ വന്നിരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ തല ഒരു സ്ഥലത്ത് അലങ്കാര വസ്തു പോലെ വെച്ചിട്ടുണ്ട്.
ഇവര് പോലീസാണ്, ഒരുപാട് കാലമായിട്ട് ഇതൊക്കെ കാണുന്നുണ്ട്. എവ്ഗനിച്ച് ചിരിക്കുക, ഈ പെണ്ണിനെ കാണാൻ നല്ല രസമുണ്ടെന്നും പറഞ്ഞു. അവിടെ എവിഡൻസ് ആയിട്ട് ഈ പയ്യനാണ് കൊന്നെന്നുള്ളതിന്റെ എവിഡൻസ് ആയിട്ട് ഡ്രഗിന്റെ പിൽസ് ഉണ്ട്, കെട്ടിവെച്ച കയറുണ്ട്, രക്തം വാർന്നു കിടക്കുന്ന ബെൽറ്റ് ഉണ്ട്, കട്ട് ചെയ്യാൻ ഉപയോഗിച്ച മെഷീൻസ് ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്, കുറെ പണവും കിടപ്പുണ്ട്. ഈ എവ്ഗനിച്ച് എന്താ ചെയ്യാന്ന് വെച്ചാൽ എവിഡൻസ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നിട്ടില്ലേ, ആ പോലീസുകാരനോട് നീ ഫോട്ടോ എടുത്ത് മതി, ബാക്കി ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് ക്യാമറ മേടിക്കും. എല്ലാം ചെറിയ ചെറിയ പോലീസാണ്, ഇവരാണ് വലിയ പോലീസായിട്ടുള്ളത്. ബാക്കി എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് എവ്ഗനിച്ച് തന്റെ കൂട്ടുകാരൻ മൊട്ടയോട് പറയാണ്, ഇതാണ് എനിക്ക് കിട്ടിയ അവസരം, എന്റെ ഭാര്യയുടെ ചികിത്സയ്ക്ക് പണം വേണമെന്ന് എനിക്കറിയാലോ. ഇവൻ കാശുള്ള വീട്ടിലെ പയ്യനാണ്. ഇവന്റെ പാരൻസിനോട് സംസാരിച്ച് നമുക്കിവൻ ഈ കേസിൽ നിന്ന് ഊരാം, പണം ചോദിക്കാം. മൊട്ട പറയും അതൊന്നും നടക്കില്ല, ഇത്ര എവിഡൻസും ഉണ്ട്, ഇവൻ എന്തു പറഞ്ഞിട്ട് രക്ഷപ്പെടുത്തും. എവ്ഗനിച്ച് പറയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവൻ ഫ്രെയിം ചെയ്യപ്പെട്ടതാണ് എന്ന രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് മറ്റാരോ ഇവളെ കൊന്നിട്ട് ഇവനെ ഫ്രെയിം ചെയ്തതാണെന്നുള്ള രീതിയിൽ വരുത്താം. ഇത് ആദ്യത്തെ തവണയൊന്നും അല്ലല്ലോ, നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്, പിന്നെ എന്താടാ നിനക്ക് കുഴപ്പം, ഈ പണം എനിക്ക് വേണം. മൊട്ടയും സമ്മതിക്കും, എന്നാ പിന്നെ നിനക്ക് തോന്നുന്ന പോലെ ചെയ്യും. ഇവർ എവിഡൻസ് ഒക്കെ മാറ്റി ആ ചെറുക്കനല്ല ചെയ്ത് അവൻ ഫ്രെയിം ചെയ്യപ്പെട്ടതാണ് എന്ന രീതിയിൽ വരുത്തും. ആ രീതിയിൽ കേസ് എഴുതിയിട്ട് ആ പയ്യന്റെ പേരൻസിനെ കണ്ട്, പയ്യന് അബദ്ധം പറ്റിയതാണ് ഞങ്ങൾക്ക് മനസ്സിലായി, ഒരു കാര്യം ചെയ്യ്, ഇത്ര രൂപ ഞങ്ങൾക്ക് വേണം, അത് തരികയാണെങ്കിൽ പയ്യൻ ഈ കേസിൽ നിന്ന് ഊരിത്തരാം. അപ്പനും അമ്മയും സമ്മതിക്കും, ഒറ്റ മോനല്ലേ ഉള്ളൂ, നിറച്ച് കാശ് കൊടുക്കുന്നു. ജയിലിൽ കിടക്കുന്ന ചെറുക്കനെ പോലീസുകാർ റിലീസ് ചെയ്യാണ്, അവൻ കുറ്റവാളിയല്ലെന്നും പറഞ്ഞിട്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം സെറ്റിലായി. ഇനിയിപ്പോൾ അവരൊരു ലോക്കറിൽ പണം വെച്ചിട്ടുണ്ട്. ആരാ? ആ കില്ലർ ചെറുക്കന്റെ തന്തയും തള്ളയും. അതെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ മൊട്ടയും ഫ്രണ്ടും. ആ സമയത്തും ഫ്രണ്ട് കരയായിരിക്കും, നീ എന്തായാലും എന്നെ സഹായിച്ചു, എന്റെ ഭാര്യയ്ക്ക് ഇപ്പം എന്നെ പോലും ഓർക്കാൻ കഴിയുന്നില്ല, അവളുടെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം, നീ എൻ്റെ കൂട്ടുകാരനാടാ, നീ ഉള്ളതുകൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയത്, ശരി ചെന്നാ പണം എടുത്തുകൊണ്ട് വാന്ന് പറയുമ്പോൾ മൊട്ട നീ കരയാതെ ഞാൻ പണം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ലോക്കറി വന്ന് ചെക്ക് ചെയ്യുമ്പോൾ പണമുണ്ട്, നിറച്ച് പണമുണ്ട്. കിട്ടിക്കഴിഞ്ഞു അത് തിരിച്ച് എടുത്തുകൊണ്ട് വരാൻ നേരത്താണ് ഇയാളുടെ മൈൻഡ് മാറുന്നത്. പുള്ളിക്കാരൻ ആ പണം മാറ്റി വെച്ചിട്ട് മൊട്ട തിരിച്ച് കാറി വന്ന് കയറിയിട്ട് കൂട്ടുകാരനോട് പറയും, ലോക്കർ എംറ്റി ആണ്, അവര് പണം തന്നിട്ടില്ല, നമ്മളെ പറ്റിച്ച. ഭാര്യയുടെ ഓപ്പറേഷൻ നടത്താനുള്ള പണം കിട്ടാതെ പറ്റിച്ചില്ലേ, അതിന്റെ ദേഷ്യമൊക്കെ ഒച്ച വെച്ച് കാറിനെ തല്ലി ആ എവ്ഗനിച്ച് തീർക്കും. ദേഷ്യം തീർന്നിട്ടില്ല പുള്ളിക്ക്. പക്ഷെ മൊട്ട ഫ്രോഡ് പരിപാടി കാണിച്ച ഇയാൾക്കറിയില്ല തന്റെ ഭാര്യ മരണപ്പെട്ടു, പുള്ളിയുടെ ഭാര്യ മരണപ്പെടും ചികിത്സ കിട്ടാതെ. സോ ഇയാൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ കില്ലർ പയ്യനില്ലേ അവനെ ഫോളോ ചെയ്ത്, അവന്റെ കുടുംബമാണല്ലോ പണം തരാതിരുന്നു, വിടത്തിലിടാന്നും പറഞ്ഞ് ആരും അറിയാതെ ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് നോക്കി അവനെ തല്ലി കൊല്ലുവാണ് ഈ എവ്ഗനിച്ച്. ഇങ്ങനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഇനി പ്രസന്റിലേക്ക് വരുമ്പോൾ എവ്ഗനിച്ച് വീട്ടിലേക്ക് വന്നു, ഈ ചെറുക്കന്റെ ബോഡി അവിടെ കിടക്കുന്നു കണ്ടു, എങ്ങനെയെങ്കിലും കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യണം. ഇവൻ ആരാ എന്താന്ന് ചോദിക്കുമ്പോൾ ഡാഡി കൂട്ടുകാരനോട് നടന്ന സംഭവം എല്ലാം പറയും, പക്ഷെ ശരിക്കും ഇവൻ ആരാണെന്ന് അറിയാൻ പാടില്ല. അപ്പൊ എവ്ഗനിച്ച് കൂട്ടുകാരൻ ചോദിക്കുകയാണ്, സത്യം പറഞ്ഞാൽ നീ മോളുടെ ദേഹത്ത് കൈവച്ചോ? ഞാൻ ചോദിക്കുന്നതാണ്. മൊട്ട ചൂടാവും, നിനക്ക് പ്രാന്താണോടാ, അവളെന്റെ മോളല്ലേ, അവളെ ഞാൻ തൊടുവോ, നിനക്കറിയില്ല എന്നെ? അപ്പൊ എവ്ഗനിച്ച് ചോദിക്കുകയാണ്, എനിക്ക് മനസ്സിലായടാ, പക്ഷെ കാര്യങ്ങൾ ഞാൻ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന. ഇപ്പൊ ഇത്രയും റിസ്ക് എടുത്ത് കാലി തുളയും മേടിച്ച് ചത്തു കിടക്കുന്ന ഈ പയ്യൻ പറഞ്ഞതെല്ലാം നുണയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനിയിപ്പം നിന്റെ മോള് ഇവനോട് അങ്ങനെ ഒരു കാര്യം ശരിക്കും പറഞ്ഞാണെങ്കിലോ, അങ്ങനെ അവൾ എന്തിനു നിന്നെ കൊല്ലാൻ ശ്രമിക്കണം ഒരു പയ്യനെ വെച്ചിട്ട്? ഇത് കേട്ട് മൊട്ടപ്പനും ചോദിക്കുകയാണ്, എന്തിനവള് ശ്രമിക്കണം? എവ്ഗനിച്ച് പറയും, എനിക്കറിയില്ല, നിന്റെ മോളല്ലേ, നീ പറയ്, എന്തിനായിരിക്കും അവളങ്ങനെ ശ്രമിച്ചിട്ടുണ്ടാവുക? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അപ്പോഴാണ് മമ്മി ചായ ആയിട്ട് വരുന്നത്. ആ ചായ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് കൂട്ടുകാരൻ മമ്മിയോട് ചെന്ന് കിടന്നോളാൻ പറയും, ഞങ്ങൾ കാര്യങ്ങൾ സെറ്റാക്കിക്കോളാം, ആദ്യം ഈ ബോഡി നമുക്ക് ബാത്റൂമിലേക്ക് മാറ്റാം. അപ്പൊ മൊട്ട ഡാഡി പറയാണ്, ആദ്യം ഓലിനെ വിളിക്കട്ടെ, അവള് വന്ന് ഈ ബോഡി കാണട്ടെ, അപ്പോൾ അവളുടെ റിയാക്ഷൻ കണ്ട് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്നുള്ളത്. പുള്ളി ഉടനെ ഓലിനെ വിളിക്കും, അവൾ കുറച്ച് സമയം കൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, എന്നാൽ പിന്നെ നമുക്ക് ഈ ബോഡി ആദ്യം ബാത്റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും എടുത്ത് ബോഡി പൊക്കുന്നു. പക്ഷെ എവ്ഗനിച്ചിന്റെ കയ്യിൽ നിന്ന് ചെക്കൻ താഴത്തേക്ക് വീഴും. ഈ വീഴുമ്പോഴാണ് മറ്റൊരു വലിയ പണി സംഭവിക്കുന്നത്. മരിച്ച പയ്യന് ഉയിര് വന്നു. സംഭവം എന്താന്ന് വെച്ചാൽ ചെറുപ്പത്തില് ഇവനും കൂട്ടുകാരൊക്കെ കൂടി ഹൃദയം നിലപ്പിച്ചിട്ട് വീണ്ടും അത് പ്രവർത്തിക്കുന്ന പോലെ കളിക്കുമായിരുന്നു. അതിൽ ഒരു പയ്യന് ആദ്യമേ പെട്ടെന്ന് തന്നെ ജീവൻ വെച്ചു, ഭാഗ്യത്തിന്. രണ്ടാമത് ഹീറോ നമ്മുടെ മാത്വൈ, അവനുമായിട്ട് കൂട്ടുകാർ കളിക്കുമ്പോൾ ചെക്കൻ ചത്തുപോയി, അവൻ മരണപ്പെട്ടു. പിള്ളേർക്ക് മനസ്സിലായില്ല ആദ്യം. പിന്നെ നോക്കുമ്പോൾ അനക്കമില്ല. സാറിനോട് പറഞ്ഞ് സാർ ഓടി വന്ന് ഇവന്റെ ബോഡി എടുത്തിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഓടുകയാണ്. അപ്പൊ പുള്ളിക്കാരന്റെ കാല് വഴുതി ഈ കൊച്ചിന്റെ ബോഡി തെറിച്ച് വീണ് അന്നവൻ 12 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ജീവൻ വെച്ചതാ. അങ്ങനെ ഒരു പഴയ കഥയുണ്ട്. ഇപ്പൊ പ്രസന്റിൽ 17 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അവന് ജീവൻ വെച്ചു. ഈ പ്രേതം എഴുന്നേക്കുന്നുണ്ട്, ഗുണ്ടനൊരൊറ്റ കുത്ത, വീണ്ടും അവന്റെ ബോധം പോയി. എവ്ഗനിച്ച് നോക്കുമ്പോൾ ചെറുക്കന് ജീവനുണ്ട്, അവൻ ബ്രീത്ത് ചെയ്യുന്നുണ്ട്. ഇവരവനെ പൊക്കി ഇരുത്തിയിട്ട് ആദ്യം കൂട്ടുകാരൻ അവന് വെള്ളം കൊടുക്കും. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും കണ്ടായിരുന്നോ? മരണം കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഡെത്ത് നീ എന്തെങ്കിലും കണ്ടായിരുന്നോ? അപ്പം പറയും, അതെ എന്തോ ഉണ്ട്, പക്ഷെ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല.
ഉടനെ എവ്ഗനിച്ച് കൂട്ടുകാരനോട് മുട്ടയോട് പറയാണ്, ആന്തരെ കണ്ടില്ലേ, മരണം കഴിഞ്ഞ് എന്തോ ഉണ്ടത്രേ, അവൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആന്തര് മൈ ആസ്, അവൻ പറയുന്നതാണ് അവിടെ നീ കേൾക്കുന്നത്. നീ എന്തിനെങ്ങോട്ട് വന്ന് അവന് വെള്ളം കൊടുത്ത് കളിപ്പിക്കുകയാണോ? അവനെ ജീവിപ്പിച്ചിട്ട് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ? ഞാൻ നിന്നെ സഹായത്തിന് വിളിച്ചപ്പോൾ നീ അവനെയാണ് സഹായിക്കുന്നത്. കേൾക്കുമ്പോൾ എവ്ഗനിച്ച്, കാര്യങ്ങൾ കൈവിട്ടു പോയ അവസ്ഥയല്ലേ. ആദ്യമേ പോലീസിനെ വിളിച്ചിരുന്നെങ്കിൽ, ഈ പയ്യനെ പിടിച്ച് ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇത്രയും വഷളാവില്ലായിരുന്നു. ആരാന്ന് പോലും അറിയാത്തവൻ ഇങ്ങനെ പീഡിപ്പിച്ചു വെച്ചേക്കുന്നു. ഇത് കേട്ടിട്ട് നമ്മുടെ മാത്യുവേ, ഹീറോ പയ്യൻ പറയും, അയാള് പോലീസിനെ വിളിക്കില്ല. എന്താ പറഞ്ഞേ? അയാള് പോലീസിനെ വിളിക്കില്ല, കാരണം ഞാൻ പണം കണ്ടു, ഞാൻ അയാളുടെ കയ്യിലുള്ള പണം കണ്ടു, അതുകൊണ്ട് അയാൾ വിളിക്കില്ല. മുട്ട അവന്റെ വാ പൊത്താൻ ശ്രമിക്കുവാണ്. അവൻ പറയുന്നത് കേക്കല്ലേ എന്നും പറയുന്നുണ്ട്. എവ്ഗനിച്ചിന് സംശയാവും, എന്ത് പണം, ഏത് പണം നീ കണ്ടെന്നാ പറയുന്നത്? മാത്യുവേ, കബേർഡിനകത്തുണ്ട്, പോയി നോക്കാൻ പറയും. എവ്ഗനിച്ച് നോക്കുമ്പോൾ ബാഗ് നിറച്ചും പണം, എത്രയോ പണം. പുള്ളി ഷോക്കാവാണ്, ഞെട്ടിപ്പോയി. എവിടുന്നാണ് നിനക്ക് ഇത്രയും പണം കിട്ടിയത്? മുട്ടമാമൻ, നിനക്കറിയാം അത് എവിടുന്നാണ് കിട്ടിയതെന്ന്. എവിടുന്നായിരിക്കും അത്രയും പണം നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക? എവ്ഗനിച്ചിന് ഷോക്കായി. നീ എന്തായി പറയുന്നത്? അങ്ങനെ ഈ പണം കിട്ടിയതാണെങ്കിൽ എന്റെ ഭാര്യ ഇപ്പോഴും ജീവനോടെ ഇരുന്നേനെ, നമുക്ക് അവളെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നില്ലേ? നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അത് കേട്ട് മുട്ട പറയും, നിന്റെ ഭാര്യ അവള് മരിക്കുമായിരുന്നു. നീ എത്ര പണം ചെലവാക്കിയിട്ടുണ്ടെങ്കിലും ചാകാനുള്ളവള് ചാവാതിരിക്കോ? അവള് ജീവനോടെ ഇരുന്ന് നിന്നെ പിഴിഞ്ഞ് തിന്നുമായിരുന്നു. എനിക്ക് നിന്നെ കാണാൻ പറ്റിയില്ല. നിന്നെ എന്ത് അവസ്ഥയിലാക്കി മാറ്റിയ പെണ്ണ്? നിന്റെ അവസ്ഥ കണ്ട് ഞാൻ തന്നെ എന്റെ സ്വന്തം കൈകൊണ്ട് അവളെ ഞെരിച്ച് കൊല്ലേണ്ടതായിരുന്നു. എന്നാ പിന്നെ നിന്റെ പരാതി പറച്ചിൽ നിൽക്കുമായിരുന്നു. ഇപ്പൊ നീ സ്വതന്ത്രനായി. ഐ സെറ്റ് യു ഫ്രീ. നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനേ. പണം എടുത്തോ, പകുതി നിനക്കുള്ളതാ. ഇനി പരാതികളുമില്ല, ദുരിതവും മിസറിയും ദുരന്തവും ഒന്നുമില്ല, സന്തോഷം മാത്രം. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് എവ്ഗനിച്ചിന് പൊറുക്കാൻ പറ്റിയിട്ടില്ല. തന്റെ കൂട്ടുകാരൻ തന്നെ ചതിച്ചു. ഭാര്യ മരണപ്പെട്ടു. അയാൾ തോക്കിന്റെ ബട്ടൺ അൺലോക്ക് ചെയ്യും. ഉടനെ മുട്ടയും കയ്യിൽ തോക്കെടുക്കുന്നുണ്ട്, ഷോട്ട് ഗൺ. ഞാൻ ചെയ്തത് നിന്റെ നല്ലതിനാ, നിനക്കത് മനസ്സിലായില്ല. എവ്ഗനിച്ച് പറയും, എന്റെ ഭാര്യ മരണപ്പെട്ടു, നീ കാരണം. ഞാൻ കാരണമല്ല, അവള് ക്യാൻസർ വന്നാണ് മരണപ്പെട്ടത്. താഴ്ത്തടാ തോക്ക് താഴെ. ഇങ്ങനെ രണ്ടുപേരും പരസ്പരം തോക്ക് ചൂണ്ടി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആരോ കതക് തുറക്കുന്നത്. നോക്കുമ്പോ ഓല്യ, ഈ മുട്ടയുടെ മോള് ഓല്യ. ഞാനും കൂടെ ഒരുപക്ഷെ ഈ മാത്യു വീട് മാറി വന്നാണെന്ന് വിചാരിച്ചു. അല്ല, അതേ പെണ്ണ് തന്നെയാണ്. അവന്റെ കൂടെ ഉണ്ടായിരുന്ന അതേ പെണ്ണ് തന്നെയാണ്. അവള് ഞെട്ടി നിൽക്കവേ എവ്ഗനിച്ച് എന്നോട് ക്ഷമിക്കും മോളെ എന്ന് പറഞ്ഞ് അവളുടെ അപ്പനെ ഷൂട്ട് ചെയ്യും. അപ്പനും വിടില്ല, അപ്പൻ തിരിച്ച് ഷൂട്ട് ചെയ്യുന്നു. ഈ എവ്ഗനിച്ചിന്റെ തോക്ക് ചെറുതായതുകൊണ്ട് ചെറിയ വെടിയെ പൊട്ടുന്നുള്ളൂ മുട്ടയ്ക്ക് നേരെ. എന്നാൽ മുട്ടയുടെ ഷോട്ട് ഗണ്ണ കൊണ്ട ഭാഗമൊക്കെ പറഞ്ഞു പോകും. വലിയ വെടികൊണ്ട് എവ്ഗനിച്ച് തെറിച്ച് വീഴുന്നു. അയാളുടെ കൈകൾക്ക് അനക്കമുണ്ട്. നെഞ്ചും കൂട് പൊളിഞ്ഞുപോയി. എന്നാൽ ആ പൊളിഞ്ഞ നെഞ്ചും കൂട് കൊണ്ട് ചോര വാർന്ന് ഇയാൾ എഴുന്നേൽക്കും. എല്ലാവരും പേടിച്ച് നിൽക്കുക. പുള്ളി അന്ന് രാവിലെ കണ്ട സ്വപ്നം പറയാണ്, വെള്ള തുണിയിട്ട് എൻ്റെ ഭാര്യ വെഡ്ഡിംഗ് ഡ്രസ്സിൽ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു. അവൾക്ക് ഒരുപാട് സന്തോഷമാണ്. ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ അവളെ കെട്ടിപ്പിടിക്കുന്നു. ഇങ്ങനെ ഓരോ വാക്കുകൾ പറഞ്ഞ് അയാൾ മറിഞ്ഞു വീണ് മരണപ്പെടും. ഇനിയാണ് ഓലിയുടെ കഥ കാണിക്കുന്നത്. ഓലിയയ്ക്ക് അഭിനയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവൾ നാടക ട്രൂപ്പിലൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് കാര്യമായ പണമൊന്നും കിട്ടുന്നില്ല. ഈ നാടകം കളി കഴിഞ്ഞ് അവളൊരു ബാറിലാണ് ജോലി ചെയ്യുന്നത്. നാടകം ട്രൂപ്പിൽ പോകുന്നതുകൊണ്ട് തന്നെ ബാറിലേക്ക് സമയത്തിന് ജോലിക്ക് വരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ബാറിലെ മാനേജർ അവളെ ചീത്ത പറയുന്നു. ഇങ്ങനെ എപ്പോഴും വൈകി വരുന്നതുകൊണ്ട് നീ വേറെ എന്തെങ്കിലും ജോലി അന്വേഷിച്ചോളാൻ പറയും. പക്ഷെ അവൾ ഒരവസരം കൂടി തായോ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, എനിക്ക് ജോലി ഇല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ മാനേജർ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഹാൻഡ് ജോബ് തരികയാണെങ്കിൽ ഞാൻ നിന്നെ ജോലിയിലെടുക്കാം. ഒരു സഹായം അങ്ങോട്ട്, ഒരു സഹായം ഇങ്ങോട്ട്. വടിവേലു പറയുന്ന പോലെ ബട്ട് എന്താ ഡീലിംഗ്. അക്കാവ് വെച്ച് ബേക്കറി വാങ്ങിയ ഡീലിംഗ് രസമുണ്ട്. ഇവള് കുറച്ച് കഴിഞ്ഞ് കൈ കുടഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നടന്നു പോകുന്നു. എന്താ സംഭവിച്ചതെന്ന് നോക്കുമ്പം അവന്റെ മോന്തക്കിട്ട് കുത്തി ചോര ചാടിച്ചിട്ടാണ് ഇവൾ ഇറങ്ങിപ്പോയത്. തൻ്റെ അടിയായ പെണ്ണ് തന്നെ. അവൾക്ക് പണത്തിന് ആവശ്യമുണ്ടായിരുന്നു. അവൾ വീട്ടിലേക്ക് വരും. അച്ഛനോട് പണം വേണമെന്ന് ചോദിക്കും. പക്ഷെ അച്ഛനാണെങ്കിൽ, നീ ഇത്രയും പെരുത്ത പെണ്ണായില്ലേ, ഞാനെന്തിന് നിനക്ക് പണം തരണം, പോയി അധ്വാനിച്ച് സമ്പാദിച്ചുണ്ടാക്കാൻ പറയും. അവൾ, ഞാൻ അധ്വാനിക്കുന്നുണ്ട്, എനിക്ക് പണം കിട്ടുന്നില്ല, നല്ല ജോലി കണ്ടുപിടിക്കും, പണം നിനക്ക് വേണ്ടത് കിട്ടിക്കോളും. ഇങ്ങനെ മണ്ടത്തരം കാണിച്ച് നടക്കാതെ എനിക്ക് കുളിക്കണം എന്ന് പറഞ്ഞ് അപ്പം മാറിപ്പോകുന്നു. പക്ഷെ അപ്പൻ്റെ ആക്ടിവിറ്റീസിൽ എന്തൊക്കെയോ ഒരു കുഴപ്പമുള്ളതായിട്ട് അവൾ മനസ്സിലാക്കും. അപ്പൻ കയറിയ ബാത്റൂമിലേക്ക് എത്തി നോക്കുമ്പോൾ ഒരു ബാഗ് നിറച്ചും പണമായിട്ട് പുള്ളിക്കാരൻ കരയുകയാണ്. ഒരു പക്ഷെ കൂട്ടുകാരനെ പറ്റിച്ചുകൊണ്ട് കരയായിരിക്കാം, എന്താണെന്നറിയില്ല. ഇപ്പോൾ പ്രസന്റിലേക്ക് വരുമ്പോൾ മുട്ട മോളുടെ മുടി പിടിച്ച് അവളെ വലിച്ച് സോഫയിലേക്ക് ഇട്ടിട്ട് ചോദിക്കുകയാണ്, സത്യം പറയടി, ഇവൻ ആരാണ്, നിനക്ക് ഇവനെ അറിയാം, സത്യം പറയും. തോക്ക് ചൂണ്ടുമ്പോൾ അവൾ പറയും, അതെ അറിയാം, എനിക്കിവനെ അറിയാം, ഞാൻ ഇവനെ ഉപയോഗിച്ചാണ്. മുട്ട ചോദിക്കുകയാണ്, എന്തിന്? ആ പണത്തിന് വേണ്ടിയിട്ടല്ലേ നീ ആ പണം കണ്ടിരുന്നു, അതിനല്ലേടി? മോള് പറയും, അതെ, പണത്തിന് വേണ്ടിയിട്ട് തന്നെ. ഉടനെ പുള്ളിക്കാരൻ അമ്മയോട് പറയാണ്, കണ്ടോ എത്ര നല്ല മോളെയാണ് നമ്മൾ വളർത്തിയേക്കണേന്ന്. ഒരു കഷ്ണം പേപ്പർ തുണ്ടിന് വേണ്ടി അപ്പനെ കൊല്ലാൻ വരെ അവൾ തയ്യാറായി. ഇപ്പൊ നമ്മുടെ കിളിപോയ ചെറുക്കൻ ഈ പെണ്ണിനെ നോക്കുക, ഇതിപ്പോ എന്താ സംഭവിക്കണേന്ന്. അവള് പറയും, എന്തിനാ എന്നിങ്ങനെ നോക്കണേ, എനിക്ക് പണം വേണമായിരുന്നു. അയാൾ എന്നെ പീഡിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്താ, എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയത് ഈ തന്തയാ.
ഇയാൾ ഞങ്ങൾക്ക് വേണ്ടി ഇതുവരെ കരഞ്ഞിട്ടില്ല. പക്ഷെ തൻ്റെ കൂട്ടുകാരന് വേണ്ടി മോയിക്കൊണ്ടിരുന്നു. ചെറുപ്പം മുതലേ ഇയാളെ കൊന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഞാൻ. ഇതെല്ലാം കേട്ടിട്ട് അമ്മയ്ക്ക് ഭ്രാന്ത് ഇളകിയ പോലെയാവും. അവസാനം നമ്മൾ കുടുംബമെല്ലാം ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണമോ എന്തെങ്കിലും ഉണ്ടാക്കാം, ആദ്യം ഞാനൊന്ന് പോയി വസ്ത്രം മാറട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അകത്ത ബെഡ്റൂമിലേക്ക് പോകുന്നു. അവർക്ക് എന്താ പറ്റിയെന്ന് അറിഞ്ഞില്ല. ഇവിടെ അച്ഛനാണെങ്കിൽ അവസാനം ഇഴുത്തി വീണ പോലെയായി. പുള്ളിക്കാരനൊരു സ്റ്റൂൾ എടുത്തിരിക്കും. സംഭവിച്ചത് സംഭവിച്ചു, നീ കാരണം ഞാൻ എൻ്റെ ഉറ്റ സുഹൃത്തിനെ കൊല്ലേണ്ടിയും വന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, നീ ഞാൻ പെറ്റ മോളായിപ്പോയി, ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞ് 2 കെട്ട് പണം എടുത്ത് അപ്പൻ മോളുടെ കയ്യിലേക്ക് ഇട്ടു കൊടുക്കും. അവളത് പൊത്തി പിടിക്കുന്നുണ്ട്. ഇനി ഇവന്റെ കാര്യം നമുക്ക് തീരുമാനാക്കണം. നീ ചെന്ന് അമ്മയ്ക്ക് കൂട്ടിരിക്കുക, ഞാൻ ഇവനെ എവിടെയെങ്കിലും പാർസലാക്കി കൊണ്ടുപോയി കളയാൻ പറ്റുമോ നോക്കട്ടെ. ഈ വിഷയം പുറത്തറിയാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞ് അപ്പൻ മോളെ അകത്തേക്ക് പറഞ്ഞു വിടും. ഈ അകത്ത് പോയ മോള് അമ്മേന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. നോക്കുമ്പോൾ അമ്മ അകത്ത് ചെന്ന് കുരുക്കിട്ട് തൂങ്ങിക്കിടക്കുകയാണ്. അവർക്കിതൊന്നും കണ്ടു നിൽക്കാനുള്ള ത്രാണി ഉണ്ടായിരുന്നില്ല. അപ്പനും കൂടെ ഓടിച്ചെന്ന് മോളും അപ്പനും ചേർന്ന് അമ്മയുടെ കുരുക്കഴിച്ച് താഴേക്ക് കിടത്താൻ ശ്രമിക്കവേ സ്ലിപ്പായി അമ്മയുടെ തല ടേബിൾ ഇടിച്ച് പൊട്ടി രക്തം ചീറ്റി അമ്മ മരണപ്പെടുകയാണ്. ഇവളമ്മയുടെ ശ്വാസം ചെക്ക് ചെയ്തിട്ട് പറയും, അമ്മ മരിച്ചു, അനങ്ങുന്നില്ല എന്ന്. ഇവര് രണ്ടുപേരും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ നിൽക്കുമ്പോൾ ആരോ കതക് തുറക്കുന്ന ശബ്ദം കേൾക്കും. ഓടിപ്പോയി മുട്ട ഈ ചെറുക്കനെ പിടിച്ചു വലിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവൻ രക്ഷപ്പെടാൻ നോക്കിയതായിരുന്നു. ഇതേ സമയം ആരോ ഇവരെ കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ടാവും. ഈ പെണ്ണെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവനെ അടക്കാൻ വേണ്ടി ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് ഒരൊറ്റ കുത്ത ചെറുക്കന്റെ പള്ളക്ക്. ഇതിപ്പോ സ്നേഹിച്ചതാണോ ഈ കുറ്റം, ഇതിപ്പോ എന്നെന്താടി നിങ്ങൾ ചെയ്യണേ എന്ന് ചോദിക്കണ അവസ്ഥയാണ് ചെക്കൻ്റെ. ഇവൾ അവനെ കുത്തിയിട്ട് അപ്പനോട് ശബ്ദം ഉണ്ടാക്കണ്ട, ഞാൻ ആ കാര്യം സോർട്ട് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞ് മുഖമൊക്കെ തുടച്ച് വസ്ത്രം മാറി ഡോറ് തുറക്കും. 2 പോലീസുകാരാണ് വന്നിരിക്കുന്നത്. അയൽവാസികൾ കംപ്ലൈന്റ് ചെയ്തിരിക്കുകയാണ്, ഈ വീട്ടിൽ നിന്ന് ഒരുപാട് ശബ്ദം വരുന്നു എന്ന് പറഞ്ഞിട്ട്. അതവർ പറയും. അതിന് ഈ പെണ്ണ് ഹീറോയിൻ എന്താ പറയാന്ന് വെച്ചാൽ, ഞാൻ TV വോളിയം കൂട്ടി വെച്ചതായിരുന്നു, മേ ബി അതായിരിക്കും അവർക്ക് ശല്യമായിട്ട് തോന്നിയിട്ടുണ്ടാവുക. പുറത്ത് പോലീസാന്ന് മനസ്സിലാക്കിയ ഉടനെ നമ്മുടെ മാത്വി സ്റ്റൂള് കാലോണ്ട് തട്ടി താഴെടും. അകത്തുനിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. ആരെയും അകത്തുണ്ടോ, എന്താ നിങ്ങൾ ചെയ്യണമെന്ന് പോലീസുകാർ ചോദിക്കുകയാണ്. ഇവള് പറയും, ആരും അകത്തില്ല, ഞാൻ ജനാല തുറന്നിട്ടുണ്ട്, പുറത്ത് എവിടുന്നോ കേൾക്കുന്ന ശബ്ദമാണെന്ന്. ഈ അപ്പാർട്ട്മെന്റ് ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ ഇവള് ഇതെന്റെ പാരൻസിന്റെ ആണ്, അവരെ പുറത്തു പോയിരിക്കുക, ലീവിന് പുറത്തു പോയിരിക്കുക, ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നവള് പറയും. അപ്പോൾ പോലീസുകാർ നിങ്ങളുടെ ID ഒന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവള് പാസ്പോർട്ട് എടുത്ത് കൊടുക്കും. ഇവർ പാസ്പോർട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഈ പേര് ഞാൻ എവിടെയോ കേട്ടതാണല്ലോ എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ലിക്കോസ്വാക്കിയുടെ ആരെങ്കിലും ആണോ, മോളാണോ എന്ന് ചോദിക്കും. അതെ. അയ്യോ സോറി കേട്ടോ, ഞങ്ങൾ അറിയാതെ പോയി, ഞങ്ങളുടെ സ്റ്റേഷനിലെ വലിയ സാറാണ് പുള്ളി, ഞങ്ങൾക്കൊക്കെ ഇൻസ്പിറേഷനാണ്, ഇതെന്തേ നേരത്തെ പറയാതിരുന്നേ എന്ന് ചോദിക്കുകയാണ് പോലീസുകാർ. ഞാൻ കുറച്ച് ഷയ്യാ, അപ്പം പോലീസിലാണെന്ന് ഞാൻ പറയാറില്ല എന്നവൾ പറയും. ശരി, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇവർ പാസ്പോർട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട്. കൊടുക്കുമ്പോഴാണ് ആ പാസ്പോർട്ടിൽ രക്തം ഉള്ളതായിട്ട് പോലീസുകാർക്ക് മനസ്സിലാവുക. ഇയാളുടെ കയ്യിലേക്ക് രക്തം പറ്റി. പെട്ടെന്ന് ഈ പെണ്ണ് പ്ലേറ്റ് മാറ്റിയതാണ്. അവൾ എത്രമാത്രം കള്ളിയാണെന്ന് നമുക്ക് മനസ്സിലാവുക. അവൾ പറയും, പെട്ടെന്ന് എൻ്റെ പീരീഡ് സ്റ്റാർട്ട് ചെയ്തു, ആ സമയത്താണ് നിങ്ങൾ വന്നത്, അതിലെ രക്തമായിരിക്കും ഇത്, ഐ എം സോറി. ഇവർക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കുഴപ്പമില്ല, അച്ഛനോടൊരു ഹായ് പറഞ്ഞേക്കൂ, ഞങ്ങൾ പോവാണ്, സോറി ഡിസ്റ്റർബ് ചെയ്തതിന് എന്നും പറഞ്ഞിട്ട് ഇവർ ഇറങ്ങിപ്പോവാണ്. ഇവിടെ അകത്തെന്താണ് സീൻ എന്ന് വെച്ചാൽ, നീ ഇനിയും ചത്തില്ലടാന്ന് പറയുന്ന പോലെയാണ്. ഇവൻ ഇതിനും മാത്രം ആരോഗ്യം എവിടുന്ന് കിട്ടി, ഇവൻ എന്താ ചാവാത്തയെന്ന് അപ്പം മോളോട് ചോദിക്കും. എന്താ ചെയ്യാൻ പോണേന്ന് മോൾ അപ്പനോട് ചോദിക്കുകയാണ്. അപ്പം പറയും, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ക്രൈം സീൻ ബിൽഡ് ചെയ്യാം, ഒരു സ്റ്റോറി ഉണ്ടാക്കാം. നിന്റെ അമ്മയും എൻ്റെ ഭാര്യയായ നിന്റെ അമ്മയും എവ്ഗനിച്ചും തമ്മിൽ അവിഹിതമുണ്ട്. ഞാൻ പുറത്തുപോയ സമയം നോക്കി ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നു. ആ സമയത്ത് ഇയാൾ കൂടെ കൂട്ടിയ ഒരു തഗ്ഗാണ് നമ്മുടെ മാത്വി. ഇവര് വന്നു, വെള്ളമൊക്കെ അടിച്ചു, തമ്മിൽ വഴക്കുണ്ടാക്കി അടിയായി. എവ്ഗനിച്ച് ഇവനെ കുത്തുകയും ചെയ്തു, കാലി ഓട്ടയും തുളച്ചു. ഇവൻ ഷോട്ട് ഗൺ എടുത്ത് എവ്ഗനിച്ചിനെ ഷൂട്ട് ചെയ്തു. ഇതാണ് തിയറി. അപ്പൊ മോള് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അമ്മയുടെ കഥയോ? അമ്മയുടെ കഥ എളുപ്പമല്ലേ, ഇവര് തമ്മിൽ അടികൂടുന്ന സമയത്ത് ഇടയിൽ വന്ന അമ്മ തല തല്ലി മരണപ്പെട്ടു. അത് കേൾക്കുമ്പോൾ മോള് പറയും, ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന പോലെയില്ല, ആ പോലീസുകാരെന്നെ കണ്ടതുമാണ് ഈ സമയത്ത്. അപ്പൊ അപ്പൻ, ഞാൻ വെറുതെയാണ് പോലീസിൽ പണിയെടുക്കുന്നത്, കാര്യമായ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ഇല്ലാതെ കാര്യങ്ങൾ ഞാൻ സോർട്ട് ഔട്ട് ചെയ്തോളാം. അവന്മാരെയൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം, കേസൊന്നും സ്ട്രോങ് ആകാൻ പോകുന്നില്ല. ഇയാൾ മദ്യം എടുത്ത് 2 ആൾക്കാരുടെയും മേത്തൂടെ ഒഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കസേര എടുത്തിട്ട് ക്ഷീണം കൊണ്ട് ഒരു സാൻഡ്വിച്ച് എടുത്ത് കഴിക്കുന്നുണ്ടാവും. അപ്പം മോള് ചോദിക്കുകയാണ്, അമ്മ മരിച്ചതിൽ നിങ്ങൾക്ക് വിഷമമൊന്നുമില്ലേ എന്ന്. അപ്പം പറയും, ഇതുവരെ ഞാൻ മരിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പം മോള്, അമ്മയോ ഞാനോ മരിച്ചാൽ, മരണപ്പെട്ടാൽ നിങ്ങൾക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല, നിങ്ങളുടെ കൂട്ടുകാരൻ്റെ മരണം മാത്രം നിങ്ങളെ വിഷമിപ്പിച്ചു. ആസ് ഓൾ, ചെറുപ്പം മുതൽ അങ്ങനെ തന്നെയാണ്. എൻ്റെ ചൈൽഡ്ഹുഡും നിങ്ങൾ റൂണാക്കി, നിങ്ങൾ നശിപ്പിച്ചു. ഒരപ്പൻ എന്താണെന്ന് ഞാൻ ഫീൽ ചെയ്തിട്ടില്ല.
ഞാൻ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തു തുടങ്ങി. അതെല്ലാം ഒരു തെറ്റാണെന്ന് തന്തയായ തൻ്റെ മുന്നിൽ ഞാൻ അറിഞ്ഞിരുന്നില്ല. അതിനെല്ലാം ഓരോ കാരണങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ശരിയാണെന്ന് വിചാരിച്ചു. ഞാൻ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്നു. താൻ ഓരോ തെറ്റിനും ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നത് പോലെ ഞാനും കണ്ടുപിടിച്ചു. താനും അത് കാര്യമാക്കിയില്ല. ഇപ്പം ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടു. ഇത് കേട്ട് അപ്പം പറയും, നീ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ, നീ കൊച്ചു പെണ്ണായിരിക്കുമ്പോൾ മണ്ടിയായിരുന്നു ലോകം, മരമണ്ടി. നീ വളർന്ന് കുറച്ചെങ്കിലും ബുദ്ധി വയ്ക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ശ്രദ്ധിക്കാതിരുന്നത്. എന്തേലും ആവട്ടെ, ആ പണം എടുത്ത് വിട്ടോ, പണത്തെക്കുറിച്ച് ആരോടും ഒരു വാക്കും പറയരുത് എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഭാര്യ തലതല്ലി ചത്തതുപോലെ സെറ്റപ്പ് ചെയ്തിട്ട് ഈ ചെറുക്കൻ എന്താണ് കാണിക്കാന്ന് പറഞ്ഞ് നോക്കുകയാണ്. അവൻ ഇനിയും ചത്തിട്ടില്ല, നീ ഇനിയും ജീവിച്ചിരിക്കുന്നോടാ എന്ന് ചോദിക്കുമ്പം പുറകിൽ നിന്ന് ആരോ കണ്ണ് ലോഡ് ചെയ്യുന്നുണ്ടാവും. നോക്കുമ്പോൾ പെറ്റമ്മോള് ഇയാളെ തിരിയാൻ പോലും സമ്മതിച്ചില്ല. അവൾ ഒരൊറ്റ വെടി പൊട്ടിച്ചു. ഷോട്ട് ഗണ്ണല്ലേ, വെടികൊണ്ട് അപ്പം തെറിച്ച് വീഴാണ്. ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെ പൊളിഞ്ഞുപോയി. ചോര വാർന്ന് ആൾ മരിക്കാൻ കിടക്കുന്നു. ഇവള് കൈരേഖപ്പെടാതിരിക്കാൻ തോക്കൊക്കെ തുടച്ചു വെച്ചിട്ട് പണം എടുത്ത് നമ്മുടെ മാത്യുവോട് പറയും, ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, എന്തായാലും സംഭവിച്ചു പോയി, വിട്ടുകളയെന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു ഉണ്ട അവളെ കഴുത്തിലെ ഒരു ഭാഗത്തൂടെ തറച്ച് മറ്റേ ഭാഗത്തൂടെ പുറത്തു പോകുന്നു. ചോര ചീറ്റി പെണ്ണ് വീണു, നിലത്തേക്ക് വീണു. കഴിഞ്ഞ അവളുടെ പരിപാടി. സംഭവം തന്ത തന്നെയാണ്, ഡാഡി തന്നെയാണ് അവളെ ഷൂട്ട് ചെയ്ത്. അപ്പന് കുറച്ച് സ്നേഹം ഉണ്ടെങ്കിൽ ശരി, വെടിവെച്ചാലും മോളല്ലേ പോയി ജീവിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. ഒരു കച്ചറ കുടുംബം, അതിങ്ങനെ വരുള്ളൂ ഈ അവസ്ഥയ്ക്ക്. എന്തായാലും പെണ്ണ് വീണു. അവൾ അവസാനമായിട്ട് എന്നോട് പൊറുക്ക്, ഐ എം സോറി എന്നെങ്കിലും പറയുന്നുണ്ട്. അതിന് മാത്യു കുഴപ്പമില്ല, ദാറ്റ്സ് ഓക്കെ എന്ന് പറയും. എന്ത് ചെയ്യാനാ. അവിടുന്ന് അവൻ ആ പണം എടുക്കാതെയാണ് ഇറങ്ങുന്നത്. പണം എടുക്കുന്നില്ല. അവൻ രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നിട്ട് ലിഫ്റ്റിൽ നിന്ന് അവൻ സ്വയം പറയും, ഇപ്പോഴും ഈവിൾ എന്നെ ടച്ച് ചെയ്തിട്ടില്ല, ഈവിൾ വോണ്ട് ടച്ച് മീ. ഈവിൾ ആ പണമായിരുന്നു, അതെടുത്തിരുന്നെങ്കിൽ അവരുടെ അതേ വിധി ഇവനെയും തുടർന്നു വന്നേനെ. അങ്ങനെ എല്ലാവരും മർഗയാ സാല കഴിഞ്ഞിട്ട് നമ്മുടെ ചെക്കന് മാത്രമേ ഉയരുള്ളൂ. അവ സന്തോഷമായിട്ട് ഇറങ്ങിപ്പോകും. അവിടെ വെച്ച് വൈ ഡോണ്ട് യു ജസ്റ്റ് ഡൈ എന്ന സിനിമ അവസാനിക്കുന്നു. നമ്മുടെ കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥസുലട്ടുമാസ്. എന്താ